അധർമ്മം ഭൂമിയെ വിഴുങ്ങിയ കാലം. ദേവന്മാർ പോലും ഭയന്ന് തലകുനിച്ച നിമിഷം. അഹങ്കാരത്തിന്റെ ഇരുട്ടിൽ ലോകം മുങ്ങിക്കിടന്നപ്പോൾ ഒരു ദിവ്യശക്തി ഉദിച്ചു. സിംഹത്തിന്മേൽ വാഴുന്ന മഹാശക്തി, ധർമ്മത്തെ രക്ഷിക്കാൻ അവതരിച്ച അമ്മ. ഇതാണ് മഹിഷാസുരനെ സംഹരിച്ച ദുർഗാദേവിയുടെ അത്ഭുതഗാഥ. ഒരു കാലത്ത് മഹിഷാസുരൻ എന്ന അസുരൻ കഠിനമായ തപസ്സിലൂടെ വലിയ ശക്തികൾ നേടി. ബ്രഹ്മാവിൽ നിന്ന് ഒരു പുരുഷനും എന്നെ കൊല്ലാൻ കഴിയില്ല എന്ന വരവും അവൻ സ്വന്തമാക്കി. ആ വരം ലഭിച്ചതോടെ മഹിഷാസുരന്റെ അഹങ്കാരം അതിരുകടന്നു. അവൻ ദേവലോകത്തെ ആക്രമിച്ചു. ഇന്ദ്രനെയും മറ്റു ദേവന്മാരെയും തോൽപ്പിച്ച് സ്വർഗം പിടിച്ചടക്കി. ലോകമെമ്പാടും ഭയം പടർന്നു. ധർമ്മം ക്ഷയിച്ചു, അധർമ്മം വളർന്നു. നിരാശരായ ദേവന്മാർ എല്ലാം ചേർന്ന് മഹാവിഷ്ണുവിനെയും മഹാദേവനെയും സമീപിച്ചു. അവരുടെ കോപവും ശക്തിയും ഒന്നിച്ചപ്പോൾ ഒരു അതിദിവ്യമായ പ്രകാശമുദിച്ചു. ആ പ്രകാശത്തിൽ നിന്ന് ജനിച്ചു മഹാശക്തിയായ ദുർഗാദേവി. ശിവൻ തന്റെ ത്രിശൂലം നൽകി, വിഷ്ണു ചക്രം നൽകി, വായുദേവൻ വില്ലും അമ്പും നൽകി, ഇന്ദ്രൻ വജ്രായുധം നൽകി. എല്ലാ ദേവന്മാരുടെയും ശക്തികൾ ഒന്നായി ചേർന്നപ്പോൾ ദേവി അതിശക്തിയായി മാറി. സിംഹത്തിന്മേലിരുന്ന് 10 കൈകളിൽ ആയുധങ്ങളുമായി, കണ്ണുകളിൽ അഗ്നി പോലെ ദൃഢനിശ്ചയവുമായി ദുർഗാദേവി യുദ്ധഭൂമിയിലേക്കെത്തി. ദേവിയെ കണ്ട മഹിഷാസുരൻ പരിഹസിച്ചു. ഒരു സ്ത്രീ എന്നെ ജയിക്കുമോ എന്നവൻ അഹങ്കാരത്തോടെ ചിരിച്ചു. പക്ഷേ ദേവി ശാന്തമായി പറഞ്ഞു, അധർമ്മത്തിന്റെ അന്ത്യം ഇന്നാരംഭിക്കും. അതിനുശേഷം ഭീകരമായ യുദ്ധം തുടങ്ങി. ആകാശം നടുങ്ങി, ഭൂമി വിറച്ചു. ദേവന്മാർ ഭയത്തോടെ നോക്കി നിന്നു. മഹിഷാസുരൻ തന്റെ മായാശക്തിയാൽ പല രൂപങ്ങൾ സ്വീകരിച്ചു. ഒരിക്കൽ വലിയ കാളയായി പാഞ്ഞുവന്നു, ഒരിക്കൽ സിംഹമായി ഗർജിച്ചു, ഒരിക്കൽ ആനയായി ആക്രമിച്ചു. എന്നാൽ ഓരോ തവണയും ദുർഗാദേവി അതിശക്തിയോടെ തിരിച്ചടിച്ചു. അവളുടെ സിംഹം പോലും അസുരസൈന്യത്തെ ഭീതിയിലാഴ്ത്തി. ഒടുവിൽ മഹിഷാസുരൻ വീണ്ടും കാളയുടെ രൂപത്തിൽ ദേവിയിലേക്ക് പാഞ്ഞുവന്നു. ആ നിമിഷം ദുർഗാദേവി തന്റെ ത്രിശൂലമുയർത്തി അതിശക്തിയോടെ മഹിഷാസുരനെ സംഹരിച്ചു. അസുരന്റെ അഹങ്കാരം അവിടെ അവസാനിച്ചു. ദേവന്മാർ സന്തോഷത്തോടെ ജയ് ദുർഗാമാതാ എന്ന് വിളിച്ചു. ലോകത്ത് വീണ്ടും സമാധാനവും ധർമ്മവും തിരികെ വന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, അഹങ്കാരവും അധർമ്മവും എത്ര ശക്തമായാലും സത്യം, ധർമ്മം, ദൈവിക ശക്തി ഇവയുടെ മുന്നിൽ ഒടുവിൽ തോൽക്കേണ്ടി വരും എന്നതാണ്.